ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയാണ് പറയുന്നത്, മിക്ക എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. ഓസ്ട്രേലിയ കുറച്ചും കൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും നോക്കും. ഓസ്ട്രേലിയയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്റ്റ് ആകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ കുട്ടിക്ക് ഒരു ഇയർ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു വർഷമോ 2 വർഷമോ ഇയർ ഗ്യാപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വെറുതെ ഇരുന്നു. എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ പോകാമായിരുന്നു, പക്ഷേ കുട്ടി പോയില്ല. എവിടെയെങ്കിലും ജോലിക്ക് കയറിയില്ല. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായ കാരണം കാണിക്കണം. ഒരു 2 വർഷം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ടാണ്. ഉദാഹരണത്തിന് 2024 പഠനം കഴിഞ്ഞ ഒരാളെ എന്നെ സ്റ്റഡി വിസയ്ക്ക് സമീപിച്ചാൽ ഞാൻ ആ കുട്ടിയുടെ ബയോഗ്രഫി കൃത്യമായിട്ട് നോക്കും. ഞാൻ എന്താണ് 2024 ശേഷം ചെയ്തിട്ടുള്ളത്, ആ ഇയർ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ സാലറി വന്ന് നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. വെറുതെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുന്നതുകൊണ്ട് അവർ ചോദിച്ചാൽ, ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ, ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് സാലറി വന്ന അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരെ നമ്മൾ കാണിക്കേണ്ടി വരും. ഇനി അല്ലെങ്കിൽ ഈ കുട്ടി ഏതെങ്കിലും കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ വെച്ച് ആ ഇയർ ഗ്യാപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടേ അപ്ലൈ ചെയ്യാവുള്ളൂ. ഇയർ ഗ്യാപ്പ് അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, റിജക്ഷൻ വന്നു കഴിഞ്ഞാലാണല്ലോ അതിലേക്ക് നമ്മൾ പോകേണ്ടത്. റിജക്ഷൻ വരാതിരിക്കാനായിട്ട് ഇതെല്ലാം ആദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കി എല്ലാ പേപ്പറും കൃത്യമായിട്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. ഇനി ഇപ്പോൾ ഏതെങ്കിലും ഫേക്ക് ഡോക്യുമെൻ്റ് വെച്ചാൽ, ഫേക്ക് ഡോക്യുമെൻ്റാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കണ്ടെത്തിയാൽ 100% വിസ റിജക്റ്റ് ആവും. അങ്ങനെ റിജക്റ്റ് ആയാൽ പിന്നെ വീണ്ടും റീ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ജെന്യൂനായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ വിസ റിജക്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിൻ്റെ കാരണം കണ്ടെത്തി അതിന് സൊല്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് റീ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും.